കാരണം ഇത് ഒരു വാണിംഗ് കൂടിയാണ്, ഞങ്ങൾ കൂടിയുള്ള വാണിംഗ്. കേരളത്തിലെ ജനങ്ങൾ മൊത്തം വോട്ട് ചെയ്തിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ്. ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനിയും മതമില്ലാത്തവരും ജൈനനും ഇനി പാർസി ഉണ്ടെങ്കിൽ പാർസിയും കൂടെ വോട്ട് ചെയ്തിട്ടാണ്. അവരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഡിവൈഡ് ചെയ്യുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിന്റെ 10 വർഷത്തെ ചെയ്തികൾ കണ്ടു മടുത്തിട്ട് CPM-കാര്, നമ്മുടെ ഏറ്റവും വലിയ ഡിവിഷൻ പാർട്ടിക്കാരാണല്ലോ, CPM-കാര് വരെ എതിർത്ത് വോട്ട് ചെയ്തിട്ടാണ് പാർട്ടി കോട്ടകൾ പോലും വീണിരിക്കുന്നത്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചോദ്യം ചോദിക്കുമ്പോൾ കടക്കുപുറത്ത് എന്ന് പറയാതെ കൃത്യമായിട്ടുള്ള മറുപടി പറയണം. അല്ല എങ്കിൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ഉണ്ടായ സമയത്ത് ഹൃദയം തകർന്നതുപോലെ ആയിരിക്കും പല നേതാക്കന്മാരുടെയും അവസ്ഥ. ഇതൊരു ആദ്യ വാണിംഗ് ആണ് എന്ന് കണക്കുകൂട്ടുക. തോറ്റുതൊപ്പിയിട്ട LDF-നും ഇനി ഭരിക്കാൻ പോകുന്ന UDF-നുമുള്ള ഒരു വാണിംഗ്. ജനം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്, മറുപടി പറയാൻ അവരും സജ്ജരാണ് എന്നതിൻ്റെ ഒരു വാണിംഗ്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ച ചാണ്ടി ഉമ്മൻ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റാണ് ഇത്. LDF-ന് തിരിച്ചടിയായതും UDF-ന് മുന്നറിയിപ്പായിട്ടും ജനങ്ങൾ നൽകുന്ന മറുപടിയാണ് ഇത്. ജനങ്ങളെ പറ്റിച്ച്, ജനങ്ങളെ ഭയപ്പെടുത്തിയല്ല കേരളം ഭരിക്കേണ്ടുന്നത്. അവർക്ക് അവരുടെ ഒരു നേതാവായിട്ടാണ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. UDF-നെ സംബന്ധിച്ച് വലിയൊരു വിജയം നേടി എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ ജനങ്ങളോടാണ് നമ്മൾ ഇന്ന് കടപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ വലിയ പിന്തുണ, UDF മുന്നോട്ട് വെച്ച ആ വിഷന്, അതുപോലെ തന്നെ UDF-ന്റെ കൃത്യമായിട്ടുള്ള അസസ്മെന്റ്, അത് ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളത് തന്നെയാണ്. നമ്മളൊരു 5 വർഷത്തെ UDF ഗവൺമെന്റും 10 വർഷത്തെ LDF ഗവൺമെന്റും തമ്മിൽ താരതമ്യം ചെയ്താൽ മാത്രം മതി UDF-ഉം LDF-ഉം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നത്. ഒപ്പം 5 വർഷം UDF-ന്റെ പല നേട്ടങ്ങളും എണ്ണി നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ 10 വർഷത്തെ നേട്ടം എന്താണെന്ന് ഇതുവരെ പറയുവാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ വിലയിരുത്തിയാണ് ജനങ്ങൾ ഇത്ര മികച്ച ഒരു വിജയം UDF-ന് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസം, പ്രിയപ്പെട്ട ആന്റണി സാർ പറഞ്ഞ കാര്യം ഞങ്ങൾ ഓരോരുത്തരും ഓർത്തിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഒരു വാണിംഗ് കൂടിയാണ്, ഞങ്ങൾ കൂടിയുള്ള വാണിംഗാണ്. ആ വാണിംഗ് ഉൾക്കൊണ്ട് തന്നെ പ്രവർത്തിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, എവിടെയാ തർക്കം? ഞാൻ പറയുമല്ലേ, ഞാൻ ചോദ്യം ചോദിച്ചല്ലോ, നമുക്ക് ഉത്തരം പറയട്ടെ. തർക്കം എവിടെയാ? ഒരു തർക്കമില്ല. ഞങ്ങളുടെ നിയമസഭാ കക്ഷി നാളെ കൂടും, ആ നിയമസഭാ കക്ഷി തീരുമാനമെടുക്കും. ഒരു തർക്കം ഉണ്ടാവില്ല. നല്ല രീതിയിൽ നല്ലൊരു മുഖ്യമന്ത്രിയെ ആരാണോ MLA-മാര് പിന്തുണയ്ക്കുന്നത്, ആരാണോ ഹൈക്കമാൻഡ് പിന്തുണയ്ക്കുന്നത്, ജനങ്ങൾ തെരഞ്ഞെടുത്ത ആരാണോ അത് നിയമസഭാ കക്ഷി കൂടി തീരുമാനിക്കും. അതിനകത്ത് എവിടെ തർക്കം? ഞങ്ങൾക്ക് ആർക്കും തർക്കത്തെ കുറിച്ച് അറിവില്ല. പക്ഷെ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ ഇലക്ഷന് മുമ്പ് തൊട്ട് മാധ്യമങ്ങളിൽ ഇങ്ങനെ തർക്കം വരുന്നുണ്ട്. ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായം കാണും. പക്ഷെ അത് തർക്കമാണെന്ന് പറയാൻ പറ്റുമോ, വഴക്കാണെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ അഭിപ്രായമുണ്ട്. അഭിപ്രായം പറയും, അഭിപ്രായത്തിന്റെ സമന്വയം ഉണ്ടാവും. അങ്ങനെയല്ല എല്ലാ പ്രാവശ്യവും. പുതിയ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഒന്നുമില്ല. പണ്ടത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ കുറഞ്ഞ ഒരു സാഹചര്യമാണ്. ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഞങ്ങളുടെ മുഖ്യമന്ത്രി, നമ്മുടെ നാടിന്റെ മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടും. വളരെ സമർത്ഥമായ രീതിയിൽ അദ്ദേഹം വരുന്ന 5 വർഷവും ഭരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കമന്റ് ഞാൻ പറഞ്ഞിട്ട് ബാക്കി അങ്ങോട്ട് പോകാം. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്തുന്ന വിധം ഒന്നുകൂടെ പരിഷ്കരിച്ചാൽ കൊള്ളാം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇതിനകത്തുള്ള എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിച്ച് തീരുമാനങ്ങൾ എടുക്കാനും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുവാനും സാധിക്കണം. ഞാൻ ഏറ്റവും അവസാനത്തെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാരണം പലതരത്തിലുള്ള നിയമങ്ങളും പാലിക്കാതാണ് എന്റെ കാര്യത്തിൽ ഞാൻ പറയും. പുതുപ്പള്ളിയുടെ കാര്യത്തിൽ
ചില കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഞാൻ സ്പെസിഫിക് ആയിട്ട് പോകുന്നില്ല. അപ്പൊ ഇച്ചൂടൊന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ കുറച്ചുകൂടെ പീപ്പിൾ ഫ്രണ്ട്ലി ആയും കാൻഡിഡേറ്റ് ഫ്രണ്ട്ലി ആയും കാര്യങ്ങൾ നടത്തണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലോട്ട് അത് കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ കോൺഫിഡൻസ് നിലനിർത്തുവാൻ തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ ശ്രമിക്കണം. കാരണം എന്നും ഇന്ത്യയുടെ പേര് നിലനിർത്തിയിട്ടുള്ള സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പം എവിടെയെങ്കിലും ഒരു വിശ്വാസക്കുറവ് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു എന്താ പറയാ ഒരു പ്രവർത്തനമായതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. ജനവികാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ചില കാര്യങ്ങൾ തീരുമാനിക്കണം എന്നാണ് എനിക്ക് ഇലക്ഷന്റെ നടത്തിപ്പിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് മന്ത്രിസഭ വരിക എന്നുള്ളതാണ് പ്രയോറിറ്റി. ആര് മന്ത്രിയാവുന്നു ആവുന്നില്ല എന്നൊക്കെ പാർട്ടിയുടെ ലീഡർഷിപ്പിന്റെ തീരുമാനമാണ്. അതൊരു പ്രയോറിറ്റി അല്ല. ഞാൻ ഇലക്ഷൻ ദിവസവും വോട്ടിംഗ് ദിവസവും ഞാൻ പറഞ്ഞത് ആര് മന്ത്രിയായാലും ഇല്ലേലും UDFന് ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു മുഖ്യമന്ത്രിയാവും വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് അതാണ് പ്രയോറിറ്റി. പിന്നെ മന്ത്രിസഭയുടെ കാര്യമൊക്കെ മുഖ്യമന്ത്രിയും ലീഡർഷിപ്പും എടുത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ച ഒരു പ്രയോറിറ്റി അല്ല. കേരളത്തിൽ ജനങ്ങൾ മൊത്തം വോട്ട് ചെയ്തിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ്. ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനിയും മതമില്ലാത്തവരും ജൈനനും പാർസി ഉണ്ടെങ്കിൽ പാർസിയും കൂടെ വോട്ട് ചെയ്തിട്ടാണ്. എല്ലാവരും ഒരുമിച്ച് വോട്ട് ചെയ്തത്. കേരളത്തിലെ ജനം, അവരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഡിവൈഡ് ചെയ്യുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിന്റെ 10 വർഷത്തെ ചെയ്തികൾ കണ്ടു മടുത്തിട്ട് CPM-കാര്, നമ്മുടെ ഏറ്റവും വലിയ ഡിവിഷൻ പാർട്ടിക്കാരാണല്ലോ, CPM-കാര് വരെ എതിർത്ത് വോട്ട് ചെയ്തിട്ടാണ് പാർട്ടി കോട്ടകൾ പോലും വീണിരിക്കുന്നത്. സംശയമുണ്ടോ? തളിപ്പറമ്പ് അടക്കമുള്ള പ്രദേശങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന കാര്യമല്ലേ. ഓർത്ത് നോക്കും, CPM-കാര് തന്നെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഗവൺമെന്റ് പോകണം. എന്തുകൊണ്ടാ? കാരണം ചോദ്യം ചോദിച്ചാൽ ഉത്തരമില്ല, ചോദ്യങ്ങൾക്ക് മറുപടിയില്ല, വികസനമില്ല. അതുകൊണ്ടാണ് ആ തീരുമാനം ജനങ്ങൾ എടുത്തത്. അപ്പം ഇതിനകത്ത് ജനങ്ങൾ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ്. അതിന്റെ റിസൾട്ട് 79% ആൾക്കാർ വോട്ട് ചെയ്തിട്ട ഒരു തെരഞ്ഞെടുപ്പല്ലേ. ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങള് ഇത്ര വലിയ വിജയം കൊടുക്കും. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഓരോരുത്തരുടെ മെജോറിറ്റി, ഓരോ സ്ഥലത്തെ മെജോറിറ്റി എടുത്താൽ മതിയല്ലോ. അപ്പൊ അത് ഒരു കമ്മ്യൂണലായിട്ട് നമ്മൾ കാണുന്ന കാര്യം, ജനങ്ങളുടെ മൊത്തത്തിലുള്ള പൊതുവായ വികാരമാണ് ഇവിടെ റിഫ്ലക്ട് ചെയ്തത്. അല്ല, CPM എങ്ങനെ തീരുമാനിച്ചേ? CPM-ന്റെ ലീഡർഷിപ്പ് എടുത്ത തീരുമാനം. ഇതിനു മുമ്പ് കോൺഗ്രസ് എങ്ങനെ തീരുമാനിച്ചത്? കോൺഗ്രസിന് വ്യവസ്ഥാപിതമായ ഒരു മാർഗമുണ്ട്. ഇപ്പൊ ജനങ്ങളെ റിഫ്ലക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരം റിഫ്ലക്ട് ചെയ്യുന്ന MLA-മാരുടെ അഭിപ്രായം എടുക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ രീതിയാണ്. നമുക്കിവിടെ ഒരു ഗവർണർ സിസ്റ്റം അല്ലല്ലോ ഉള്ളത്. ഇപ്പൊ US-ൽ നമുക്ക് നോക്കാം. US-ൽ ഗവർണർ സിസ്റ്റമാണ്. ഇത് ഗവർണർ സിസ്റ്റം അല്ല, ഇവിടെ പാർലമെന്ററി സിസ്റ്റമാണ്. ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റമാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മെജോറിറ്റി ഉള്ള ലേബർ പാർട്ടിയുടെയോ മെജോറിറ്റി ഉള്ള കൺസർവേറ്റീവ് പാർട്ടിയുടെ MP ആണ് പ്രൈം മിനിസ്റ്റർ ആവുന്നത്. അതാണ് പാർലമെന്ററി സിസ്റ്റം. ഇന്ത്യയുടെ സിസ്റ്റം അത് തന്നെയാണ്. പക്ഷെ എല്ലാ ഫാക്ടേഴ്സും ഉൾക്കൊണ്ടുകൊണ്ട് അത് പാർട്ടിക്കൊരു സംവിധാനമുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹൈക്കമാൻഡിനെ മിക്കവാറും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തുന്നത്. അപ്പം പാർട്ടി ലീഡർഷിപ്പ് എല്ലാവരും വികാരം പറഞ്ഞതിന് ശേഷം എല്ലാ ഫാക്ടേഴ്സും ഉൾക്കൊണ്ട്, MLA-മാർ മാത്രമല്ല, എല്ലാ ഫാക്ടേഴ്സും ഉൾക്കൊണ്ടാണ് അവർ തീരുമാനിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമുക്കൊരു കുറവ് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഈ 10-70 വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പ്രാക്ടീസിനെ നമുക്ക് എന്തോ ഒരു പുതിയ സംഭവം പോലെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാവരെയും ഉൾക്കൊണ്ട്, എല്ലാ ഫാക്ടേഴ്സും ഉൾക്കൊണ്ട്, ജനവികാരം ഉൾക്കൊണ്ട്, MLA-മാരുടെ വികാരം ഉൾക്കൊണ്ട് ഒക്കെയാണ് തീരുമാനം ഇത്രയും നാൾ എടുത്തിട്ടുള്ളത്. ഇനി അങ്ങനെ തന്നെയായിരിക്കും. ഏതോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വികാരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഗൾഫിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക്, മറ്റുള്ള സ്ഥലത്തുള്ള സഹോദരങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് അവർ റിയാക്ട് ചെയ്യുന്നവരാ. ഒന്നും ഉദ്ദേശിക്കുന്നതല്ല, അവർ പാർട്ടിക്കെതിരായിട്ടോ ഒന്നും പറയുന്നതല്ല, പക്ഷെ അവരങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഒരു വിവാദം ഉണ്ടായി. അപ്പൊ എന്റെ ഫാദറിനെ പോലും കോൺഗ്രസിന്റെ അണികൾ ആക്രമിക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ? ഇല്ലേ? നിങ്ങൾക്കെല്ലാം ഓർമ്മ കാണുമല്ലോ. കൃത്യം 5 വർഷം മുമ്പ് അതേ ഉമ്മൻചാണ്ടിയാണ് ഇന്ന് അവര് സ്നേഹത്തോടു കൂടി പറയുന്നത്. എല്ലാരും അല്ല, 1% 1% പറയുന്നതിനെ മൊത്തം പാർട്ടിയുടെ ആളാക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. ചിലർ അവരുടെ വികാരം പറയുന്നു, അതുകൊണ്ട് എല്ലാം പ്രശ്നമാണെന്നുള്ളത് പറയാൻ പറ്റുമോ? പാർട്ടിക്ക് ഒരു സംവിധാനമുണ്ട്, പാർട്ടിക്ക് ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് ഉള്ള പ്രോസസ്സ് നടക്കുകയാണ്. ഇവിടെ ഒരു തർക്കവും
ഒരു ലീഡറും പുറത്ത് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ എന്തിനാ അസ്യൂം ചെയ്യുന്ന അങ്ങനെ ഇഷ്യൂ ഉണ്ടെന്ന് വാക്സിനേഷൻ ആയിട്ട് തോന്നി. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 6-7 മാസം ഒരു സ്കൂട്ടർ എടുക്കണമെന്ന് തോന്നി. സ്കൂട്ടറിൽ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. കുറച്ച് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ എളുപ്പം സ്കൂട്ടറാന്ന് വിചാരിച്ച്. പക്ഷെ സ്കൂട്ടറൊന്നും എനിക്ക് പിടിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ എന്താ പറയാ ഇലക്ട്രിക് ഹൈബ്രിഡ് സൈക്കിൾ കാണുന്നത്. അപ്പൊ ചവിട്ടുകയും ചെയ്യാം, നമുക്ക് സ്പീഡ് കിട്ടുകയും ചെയ്യും മോട്ടോർ ഉപയോഗിച്ച്. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്കൊരു ഫാസിനേഷൻ തോന്നി. അതുകൊണ്ടാണ് ഞാനത് മേടിച്ച് ഞാൻ അതിൽ യാത്ര തുടങ്ങിയത്. അപ്പൊ ഇച്ചൂടെ ആൾക്കാരുമായിട്ട് ഞാൻ രാവിലെ 6 മണിക്ക് പോകുമായിരുന്നു. അപ്പൊ രാവിലെ 6 മണിക്ക് തന്നെ വീട്ടിൽ MLA വന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് ഒരു സന്തോഷമാണ്. അതുകൊണ്ടാണ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തത്. ഇനിയും എന്ത് വേണം എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. ഇവിടെ വേണമെങ്കിൽ സൈക്കിളിലാക്കാം, തിരുവനന്തപുരത്ത് യാത്ര, അസംബ്ലിയിലോട്ട് യാത്ര വേണമെങ്കിൽ സൈക്കിളിലാക്കാം എന്നൊരു ആലോചനയുണ്ട്. ഫുൾ ടൈം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ സൈക്കിൾ പോകുന്നതിന് നല്ല ഐഡിയ. ഗ്രീൻ പ്രോട്ടോകോൾ പറഞ്ഞുകൊണ്ടാ പറഞ്ഞത്.